നമ്മൾ വിഷ്ണുവായ ഉപാസകരായ നമുക്ക് പറയാൻ കഴിയണം. എങ്ങനെയാ നമുക്ക് പറയാൻ കഴിയണം? എന്താ വെച്ചാൽ ഞാൻ ആരാധിക്കുന്നതേ ചാത്തനെയാണ്. എൻ്റെ മുന്നിലും പിന്നിലും സ്വാമിയുടെ കരങ്ങളുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാ വെച്ചാൽ അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ആരാധിക്കുന്നത് ചാത്തനെയാണ്, നിങ്ങൾക്ക് ഒന്നും എന്നെ ചെയ്യാൻ കഴിയില്ല എന്നുവെച്ചാൽ അതിൻ്റെ അഹങ്കാരം എനിക്കില്ല. ഇഷ്ടമായേ, എൻ്റെ ഗുരുനാഥനും നീയേൻ, പ്രിയ ദേവനും നീയേൻ, കഷ്ടദുഃഖ ദുരിതങ്ങളും തീർത്ത് എന്നാലാവും വണ്ണം ചെയ്യുന്ന കർമ്മങ്ങളും കൈക്കൊണ്ട് അടിയൻ്റെ സേവയിലും ഉപാസനയിലും സംതൃപ്തനായി ധനിനായി വരണം. മണ്ണിലും വെണ്ണിലും മരത്തിലും മരച്ചില്ലയിലും ഓടിച്ചാടി കളിക്കുന്ന പൊന്നുണ്ണിമായി വരുമ്പനായും കണ്ടറിഞ്ഞെടിയൻ്റെ ജീവിതം ധന്യമാക്കണേ. എന്നാൽ ആർക്കും ഉപദ്രവങ്ങളും ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവരുടെ ഉപദ്രവവും താങ്ങുവാൻ വയ്യൻ്റെ മായേ. മാതാവിൻ്റെ മാനം കാത്തവനെ, മണ്ണിൻ്റെ താപം തീർത്തവനെ, മനമുരുകി ഞാൻ വിളിച്ചു ചൊല്ലും നേരം നിന്റെ ആജ്ഞയ്ക്കു കാത്തു നിൽക്കുന്ന ചാത്തന്മാരാരും അനുഗ്രഹിക്കുമാറാകണം. കഷ്ടദുഃഖ ദുരിതങ്ങളും തീർത്ത് എന്നാലാവും വണ്ണം ചെയ്യുന്ന കർമ്മങ്ങളും കൈക്കൊണ്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ. നമുക്ക് ആരുടെ മുമ്പിലും ആരോടും എപ്പോഴും നമുക്ക് പറയാൻ കഴിയണം, എന്താ വെച്ചാൽ എന്നെ മുന്നിലും പിന്നിലും നിന്ന് നയിക്കുന്നത് എൻ്റെ ചാത്തനാണ്. ചാത്തൻ്റെ കുടുംബമാണ് എന്നെ മുന്നിലും പിന്നിലും നിന്ന് എന്നെ നയിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരിക്കലും നമ്മൾ ആരുടെ മുമ്പിലും തളരാനും തോറ്റുപോകാനും പാടില്ല. അതിൻ്റെ പിന്നിലെന്താണ്? മുന്നിലും പിന്നിലും എന്താണ്? ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ചാത്തൻ സ്വാമിയെയാണ്. സകല ഐശ്വര്യങ്ങളും തരുന്ന എൻ്റെ പൊന്നുണ്ണിമായ ചാത്തനാണ്. കോപം കൊണ്ടാൽ ഭഗവാൻ സംഹാരമൂർത്തിയായി മാറും. പൊന്നുണ്ണിഷ്ഠമായ ചാത്തൻ സ്വാമി, സ്വാമിയുടെ ഭക്തരെ ഒരിക്കലും സ്വാമി കൈവിടില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു മൂർത്തിയാണ് സ്വാമി. ഓം വിഷ്ണുവായേ നമഃ.